ഹലോ, ഡോക്ടർ അഖില. സോ നമ്മൾ ഇന്ന് കുറെ തിങ്സും കൊണ്ട് വീണ്ടും നമ്മുടെ ചാനലിലേക്ക് വന്നേക്കുന്നു. ഈ ചാനലിൽ ലോങ് വീഡിയോ വരുന്ന എപ്പോഴാണ് ചേച്ചി? ഇതൊക്കെ പൊന്നുവിന് കൊണ്ടുപോകാനുള്ള ഗിഫ്റ്റ്സ് ആണ്. സം ആർ ഫ്രം അതർ സ്റ്റേറ്റ്സ്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ഓൾ ദ തിങ്സ്. എവിടെ നിന്ന് തുടങ്ങണ്ടേ? ഫസ്റ്റ് തിന്ന് മരിക്കുക, പിന്നെ മേടിക്കാനോ? മരിക്കുക, തിന്ന് ഇത് പൊട്ടറ്റോ അല്ല, ഇത് ഇച്ചിരി യൂണീക്ക് ആയിട്ടുള്ള ബിസ്ക്കറ്റ്സാ. തുറന്നു നോക്കുന്നോ? തുറന്നു തന്ന് ഡിഫിക്കൽട്ടി ഓഫ് ആൻ ഇൻഫ്ലുവൻസർ. കിട്ടി ഗൈസ്, ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇത് ഇത്രയും തിൻ സ്ലൈസസ് ആണ്. ചെറിയ ഇത്രയേ ഉള്ളൂ. ഒരു സ്ലൈസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതൊരു സ്പെഷ്യാലിറ്റി. കഴിച്ചു നോക്കും. മധുരമുണ്ടോ? ഓക്കെ, അതാ ക്രീം ആൻഡ് ഓണിയൻ. അടുത്തത് അടുത്ത ഡാങ്ക് ഫാന്റസി കോഫി ഫിൽസ്. ഇതിൽ അവാർഡ് കൊടുക്കുന്നവരുണ്ട്. ഇത് അടുത്തത് റിൻ ലിക്വിഡ്. ഞാൻ തുണി നനയ്ക്കുന്നില്ല എന്നുള്ള പരാതി. അടുത്തത് മൈസൂർ പാക്ക്. കർണാടകത്തിൽ നിന്നിട്ട് മൈസൂർ പാക്ക് കൊടുത്തില്ല എന്തോ അല്ലേ ഗൈസ്. അടുത്തത് ഇത് കുറച്ച് തിങ്സിൻ്റെ ബാഗാണ്. എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ഇട്ടുകൊണ്ട് വന്നു ഗൈസ്. ഇത് അമേരിക്ക എന്നുള്ള ഈ ബോർഡ് മാർക്കർ അല്ലേ, ടെമ്പററി മാർക്കർ എഴുതിയിട്ട് മായ്ക്കുന്നത്തെ, അത് വൈറ്റ് ബോർഡിനുള്ളത്. പക്ഷേ ഇത് അമേരിക്ക എന്നാ, ഇവിടുത്തെ അല്ല. അമേരിക്ക. ഇത് തുറന്നു നോക്കണം. ഇത് ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ് ഗൈസ്. ഇത് വേറെ കിട്ടിയേ. ദിസ് ഇസ് ഇത് ഇങ്ങനല്ല, തിരിച്ച് ഇങ്ങനെയാണോ? ഇതാണ്. ഇത് മറ്റേ മഹാലക്ഷ്മി ദേവിയുടെ വീട്ടിൽ പ്രോസ്പെരിറ്റി വരണമെങ്കിലുള്ള ഫ്രിഡ്ജ് മാഗ്നറ്റ്. ഇത് പൂനെന്ന് മേടിച്ച. ഇത് അതേ സെയിം കളറിൻ്റെ ഒരു ഇയറിങ്. തുറന്ന് കാണിക്കാം. ഓപ്പൺ ദിസ്. ഉയ്യോ അത് പിന്നെ യൂട്യൂബ് വീഡിയോയിൽ ഒബ്വിയസ്ലി യൂസ് ആവുമല്ലോ. ഇത് ജൽജീര, നോർത്ത് ഇന്ത്യൻസിന് അറിയാവുന്ന സാധനം. ഇത് വെള്ളത്തിനകത്ത് തണുത്ത വെള്ളത്തിൽ കലക്കി കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് കോഫി മിക്സ് ആണ് ഗൈസ്. ഏത് ബ്രാൻഡാണെന്ന് എനിക്കറിയത്തില്ല. എന്ത് ബ്രാൻഡ് ഇത്? ബയാർസ് കോഫി മിക്സ്. ഇതെന്ന് വെച്ചാൽ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിക്കുന്ന കോഫി മിക്സ്. ഇത് ഈ പുതിയൊരു ബ്രാൻഡാണ്. ഇത് സ്ലീപ്പി ഓൾ കോഫി. ഇത് പാലിനകത്ത് കലക്കണം. ഇത് മിക്സ്. ഇത് വെള്ളത്തിൽ കലക്കിയാൽ മതിയോ? ചൂടുവെള്ളത്തിൽ കലക്കണം. അത് തണുത്ത വെള്ളത്തിൽ. ജൽജീര. ഓക്കെ. അല്ല, സോഡയ്ക്കകത്ത് കലക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. സോ ഇത് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. ഇതെന്തുവാന്ന് നമ്മുടെ ഇൻഫ്ലുവൻസറിന് അറിയത്തില്ല. ഇത് വളരെ സസ്പെൻസ് ഉള്ള ഗിഫ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 2 ദിവസം നേരത്തെ എത്തിയത് കേരളത്തിൽ. ഇത് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൈസ് മാത്രം. ഇതിപ്പോൾ സ്റ്റാർട്ടിങ് തുറക്കണോ ലാസ്റ്റ് തുറക്കണോ? ഓക്കെ, തുറക്കും. ഇപ്പോൾ ഇൻഫ്ലുവൻസർ തുറന്ന് കാണിക്കുന്നതായിരിക്കും ഗൈസ്. ഗിഫ്റ്റും കൂടെ ഉണ്ട് ഗൈസ്. അങ്ങനെ നോക്കാം. ഇതും തുറക്കണം. ഇനി അതിന് കത്രയോ വേണം. അയ്യോ, വേണ്ടി വരുമായിരിക്കും. അല്ലാതെ തുറക്കാൻ പറ്റുന്നെങ്കിൽ തുറക്കും. അങ്ങനെ വരത്തില്ല. വന്നു ഗൈസ്. രക്ഷോട്ട് ഗൈസ്. ഇവിടെ നിന്ന് തുറന്ന് നോക്കിക്കോ. ബുദ്ധി അതാണ് ഇൻഫ്ലുവൻസേഴ്സിന്റെ പഴഞ്ഞ ബുദ്ധി ഗൈസ്. ഇതൊന്നും നമുക്ക് തോന്നില്ല. അതൊക്കെ ഇത് ഇൻഫ്ലുവൻസർ ഇവിടെ ഉണ്ട്. ഇവിടെ ഞാൻ ടേപ്പ് പൊട്ടിച്ചിട്ടുണ്ട്. ആണ് ഇൻഫ്ലുവൻസേഴ്സിന്റെ സ്ട്രെങ്ത്. ഓരോ ബോക്സസ് ഓപ്പൺ ചെയ്യാനുള്ള സ്ട്രെങ്ത്. ഇത് എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് കണ്ടിട്ട് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അങ്ങോട്ട് കാണിച്ചോ. അങ്ങനെ കാണിച്ചാൽ എന്തോ മനസ്സിലാകാൻ. കോസ്മെറ്റിക്സ്, മേക്കപ്പ് മനസ്സിലാവും. തുറന്നു നോക്കൂ മിസ് ഇൻഫ്ലുവൻസർ. പ്ലീസ് ഓപ്പൺ ആൻഡ് സീ. ഇത് നോക്ക്. ഇത് നല്ലൊരു യുണീക്ക് ആയിട്ടുള്ളൊരു തിങ്ങാണ്. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഔട്ടർ ലെയറിൽ നിന്ന് നോക്കിയാൽ കണ്ടാത്തൊന്നും ഒരു ബുക്കാണ്. ഓക്കെ, ഒരു നോവൽ പോലെ ഇരിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ തുറന്നു നോക്കൂ,
ഐ ഷാഡോ പാലറ്റ്. പിന്നെ അത് കഴിഞ്ഞ് ഹൈലൈറ്റർ ആണെന്ന് തോന്നുന്നു. പോട്ടെ. അടുത്ത് ഹൈലൈറ്റർ പാലറ്റ്. പിന്നെ അത് കഴിഞ്ഞ് ഇത് ബ്ലഷ് പാലറ്റ്. ഇത് കോമ്പാക്റ്റ് അത്രേ ഉള്ളൂ. കാണിച്ചങ്ങോട്ട്. സോ ഇതാണ് ഗൈസ്. പോട്ടെ, പിന്നെ നമുക്ക് വയ്ക്കാം. ഇത് കോമ്പാക്റ്റ്. ദിസ് ഇസ് ബ്ലഷ്. ഇത് ഹൈലൈറ്റർ. ഇതാണ് എന്തുവാണ് ഐ ഷാഡോ. ഇത് മൊത്തം ബുക്ക്. ഇനി ഇൻഫ്ലുവൻസർ നല്ല വിചാരിച്ചതേ ഇല്ല. അതാ ഞാൻ പറഞ്ഞ നല്ല കിടുക്കാച്ചി സാധനമാണ്, പ്രതീക്ഷിക്കാത്തൊരു സാധനം. ഇത് ഞാൻ ആക്ച്വലി മീഷോന്ന് വാങ്ങിയതാ. വളരെ നല്ല റിവ്യൂസ് ഉണ്ടായിരുന്നു ഇതിന്. അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ ഇൻഫ്ലുവൻസർ യൂസ് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് മേടിച്ചു. കാരണം ഞാൻ കുറേ മേക്കപ്പ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് ഈ ഇൻഫ്ലുവൻസറിൻ്റെ. സോ വെരി യൂസ്ഫുൾ ഗിഫ്റ്റ്. അടുത്തത് ഇതെന്താ? ഇത് ബോയൊക്കെ ഇത് കനം കൂടുതലല്ലേ? ഇനി ആ ബാഗ് പൊട്ടുന്നതാണോ? അതിനകത്ത് കുറേ സാധനങ്ങളുണ്ടോ. 1-2 ആയിരുന്നെങ്കിൽ അതിനകത്ത് കുറേ തിങ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇയറിംഗ് ട്രിക്കാണ് ഗൈസ്, ഇതൊക്കെ ഊരാന്. അല്ല ഇത് പൊട്ടിക്കാതെ അതൊന്നും സാരമില്ല. അല്ല എനിക്ക് പിന്നെ മറ്റേ ഗിഫ്റ്റ് ഓർഡർ വരുമ്പോഴേ. ഓ ശരിയാണല്ലോ, ഞാൻ അതിന് പൈസ കളയണ്ടായിരുന്നു. അത് സാരമില്ല, നമുക്കൊരു സെറ്റ് അതിൻ്റെ മേടിച്ച് കളയാം ഗൈസ്. നമുക്കൊരു പേപ്പർ റാപ്പിൻ്റെ ഒരു സെറ്റ് അങ്ങോട്ട് മേടിക്കാം. ഒരു 100 പേപ്പറിൻ്റെ. നല്ല രസം ഇതിങ്ങനെ പൊട്ടിക്കാം. വെറുതെ ഇരുന്ന് ഇങ്ങനെ പൊട്ടിക്കണം, റിലാക്സേഷൻ. എന്നിട്ട് നല്ല പട്ടിയൊക്കെ കല്ലെടുത്ത് എറിയണം, ഒരു രസം. സോ ഗൈസ്, നമ്മുടെ ഏത് സ്ഥലം ഇത്? മാവേലിക്കര, രാമപുരം സ്ഥലത്ത് വളരെ ക്ഷാമമാണ് ഗൈസ്. ഇത് ഇവിടെ എന്തോ കേബിളോ തേങ്ങാക്കൊല്ലോ ഇടുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ കറണ്ട് ഇല്ല. ഞങ്ങൾക്ക് അതെ. ആഹാ, അപ്പൊ എന്നെ ഇവിടെ പിന്നെ 24 മണിക്കൂറും കറണ്ടാക്കില്ല. സർക്കാർ ഇതിനെതിരെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കണം. കറണ്ട് ഇല്ലാത്തതിന് വരും. അതെന്ത് ചെയ്യാനാ? ഒന്നെങ്കിൽ സർക്കാരിന് മരം വെട്ടേണ്ടി വരും. എന്തിന്? കേബിൾ കറക്റ്റായിട്ട് നിൽക്കും. കേബിൾ അണ്ടർഗ്രൗണ്ടിൽ കൂടെ വിടണം. അതെങ്ങനെ പറ്റും? അപ്പോൾ റിപ്പയർ ചെയ്യണമെങ്കിൽ എല്ലാ പ്രാവശ്യം തോന്നുന്നു കുഴിക്കണം. അത്ര മെനക്കണം. അതിൻ്റെ മണ്ടയ്ക്ക് കൂടെ വെള്ളമോ ഒരു വലിയ വണ്ടി വല്ലതും പോയാലും. ഇത് എന്തായിരിക്കും ഒന്ന് ഗസ് ചെയ്യും. ഇതിനകത്തിൽ കമ്മൽ കാണും. ഓക്കെ, ഉണ്ട്. പിന്നെ വള ഇല്ല. ഞാൻ ഓർക്കുന്നില്ല സത്യം പറഞ്ഞ ഗൈസ്. ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ടെന്ന് എനിക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നില്ല. പൊട്ടിക്കാം. ഓക്കെ, ഞാൻ സൗണ്ട് എഫക്റ്റ് ആണ് ഗൈസ്. പറ്റത്തില്ല, കൈ പൊട്ടിപ്പോകും, കൈ ഒടുങ്ങി പോകും ഗൈസ്. ഓ ഇവിടെ കുറേ ഒരു ടൈപ്പല്ല. ഇത് ഇപ്പൊ കറക്റ്റായിട്ട് നിൽക്കണ്ടായോ? ഒരു ഇൻഫ്ലുവൻസർ ഒക്കെ തുറക്കുമ്പോൾ ഈസി ആയിട്ട് അങ്ങ് തുറക്കാൻ വിടാൻ പറ്റുമോ? ഇനിയുണ്ട് അപ്പുറത്തെ സൈഡ്. മെനക്കേടല്ലേ, ഇനി സെല്ലട്ടെ പൊത്തിക്കത്തില്ല ഗൈസ്. വെറുതെ അങ്ങ് തുറന്ന് പപ്പരപ്പേന്നുണ്ടായി. എങ്ങനെ പപ്പരപ്പേന്ന്? ആ തമിഴിൽ പറയത്തില്ലേ, അതാ ഉദ്ദേശിച്ചത്. ഇതിങ്ങനെ ശബ്ദം കേട്ടാൽ വള വിടുന്നവരുണ്ടല്ലോ. യൂട്യൂബ് ചാനല. അയ്യോ സോറി, എഡിറ്റ് ചെയ്തേക്കും ഗൈസ്. നോക്കിക്കേ, ഇങ്ങനെയൊക്കെ ഞാൻ വള വിട്ടിട്ടുണ്ട്. അല്ല ഇത്രയും പടക്കം വിട്ടുന്ന പോലെ ഒന്നും വിട്ടിട്ടില്ല. എന്നാൽ ഏകദേശം ഇഫ് യു നോ യു നോ. IYK അത്. സോ ഇതാണ്. ഇതിൽ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇത് വെറും പേപ്പറാണ് ഗൈസ്. ഇത് ഫസ്റ്റ്. ഓ, ഇത് ഞാൻ പറഞ്ഞ മൈലിൻ്റെ ഫ്രെയിം. ഇത് ഫ്രിഡ്ജ് മാഗ്നറ്റ് ആയിട്ട് ഞാൻ കൺവേർട്ട് ചെയ്തതാണ്. കണ്ടോ ഗൈസ്? ഇതൊരു ഫ്രെയിം ആയിരുന്നു, അപ്പോൾ ഞാൻ ഇത് മാഗ്നറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അത് പറഞ്ഞപ്പോഴേ ഓർത്തെ. സോ പൊന്നുവിൻ്റെ ബിസിനസ്സിന് കുറച്ച് മാഗ്നറ്റ്സ് നീഡഡ് ആണ്. ഇപ്പോൾ പുള്ളിക്കാരത്തിയുടെ അത് പോപ്പപ്പ് ചെയ്യും ഇവിടെ സ്ക്രീനിൽ എവിടെയെങ്കിലും. സോ പോളറോയിഡ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ റെസിനാട്ട് ചിലതൊക്കെ പുള്ളിക്കാരി ചെയ്യും. അതിന് ഞാനൊരു അപ്ഗ്രഡേഷൻ എന്നുള്ള രീതിയിൽ ഇനി പുള്ളിക്കാരി പോളറോയിഡ്സ് എന്നുള്ള ഫ്രിഡ്ജ് മാഗ്നറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരും. അതിനുള്ള മാഗ്നറ്റ്സ് 50 മാഗ്നറ്റ്സ് ഉണ്ട്.
അയ്യോ സോറി, ഇൻഫ്ലുവൻസറിന്റെ ഫേസ് കവർ ചെയ്തു. 50 മാഗ്നറ്റ്സ്. ഓക്കെ, ഇത് വെച്ചോളൂ. പൂത്തിരി പൊട്ടിക്കാം. അയ്യോ പറഞ്ഞ കമ്മലുണ്ട്. കമ്മൽസ്. ഇത് തമിഴ്നാട്ടിൽ നിന്ന് മേടിച്ചാ. ആ, ഇത് തമിഴ്നാട്ടിൽ നിന്ന് മേടിച്ചാ ഗൈസ്. ഇതെന്താ ഇങ്ങനെ നിൽക്കുന്നത്? ആ, കണ്ട് മനസ്സിലാക്കിയല്ലോ ഗൈസ്, അത്ര തന്നെ. ഇത് എനിക്ക് തോന്നുന്നു ഇത് പൂനെന്ന് മേടിച്ച. ഇത് മറ്റേ നമ്മുടെ ഏകദേശം ടെമ്പിൾ ജ്വല്ലറി പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നാം. ഞാൻ കണ്ടില്ല. ആ, ഇത് നമ്മുടെ ഈ സാരിയോ അല്ല പട്ടുപാവാടയോ അങ്ങനത്തെ ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ കൊള്ളാം. അങ്ങനെ വെച്ചോളൂ. പിന്നെയും പൊടി. ഇത് പൂനെന്ന് മേടിച്ച. ഇത് ഞാൻ സീസൺസ് മോളിൽ നിന്ന് മേടിച്ച. ഇതിന്റെ വേറൊരു ടൈപ്പ് കഴിഞ്ഞാണോ ഉണ്ടായിരുന്നു? ഈ ടൈപ്പ് അല്ല, കുറച്ച് ഡിഫറെന്റ് ആയിട്ട്. ഇത് സത്യത്തിൽ നോർത്ത് ഇന്ത്യയിൽ വളരെ കോമൺ ആയിട്ടുള്ള ഡിസൈൻ. എനിക്ക് തോന്നുന്നു ഇതിപ്പോ ഇവിടെ മേടിക്കണമെങ്കിൽ എത്ര പൈസയാവും ആ കമ്മല്? 100 അബോ. അത്രയൊന്നും ഇല്ല. ഇത് ആക്ച്വലി ഇതിന്റെ MRP നമ്മൾ ഒരു ഡസൺ മേടിക്കുവാണെങ്കിൽ ഒരു പീസിന് 2 രൂപയായിരിക്കും. നോർത്ത് ഇപ്പൊ ഈ സരോജിനി മാർക്കറ്റ് ഒക്കെ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓക്സിഡൈസ് ജ്വല്ലറി കൊടുക്കുന്ന ഹോൾസെയിൽ പ്ലേസസ് ഇല്ലേ, അപ്പൊ നമ്മള് വലിയ ലോട്ടിൽ എടുക്കുമ്പോൾ ഒരു കമ്മലിന് 2 രൂപ 3 രൂപ അങ്ങനെയൊക്കെയാണ്. അത് നമ്മുടെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് അതിന് 100 രൂപ 200 രൂപയോ. കേരളത്തിൽ ആക്ച്വലി തിങ്സ് ആർ വെരി എക്സ്പെൻസീവ്. സോ ഇഫ് യു റിയലി വാണ്ട് ടു ബൈ ഗുഡ് തിങ്സ് യു ഷുഡ് ലൈക്ക് മൂവ് ഔട്ട് ഓഫ് കേരള ഫോർ അല്ല ഞാൻ പറന്നങ്ങെത്തി. ഓക്കെ, അടുത്തത്. ഇത് നല്ലൊരു ഇയറിംഗ് കേട്ടോ. ഇത് നല്ല റോസ് ഗോൾഡ്. നമ്മുടെ ഇൻഫ്ലുവൻസറിന് റോസ് ഗോൾഡ് ജ്വല്ലറി വളരെ ഇഷ്ടമാണെന്ന് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇത് മാച്ചിങ്. പാർട്ടി പ്രവർത്തകരുടെ വല്ല ഓട്ടോയോ ആണോ അറിയത്തില്ല ഗൈസ്. അടുത്തത് ഗുളിക. എനിക്ക് തലയ്ക്ക് വട്ടാന്ന് മനസ്സിലായി, ഗുളിക കൊണ്ടുവന്നു. അതെന്താ വിശ്വാസം? ഗുളികയാണോ ശരിക്കും? ഇത് ലിപ്സ്റ്റിക്കാ. ഇത് മിനി ലിപ്സ്റ്റിക്സ് ആണ്. ഇതിന്റെ ബോക്സ് കളകി പോയി ഗൈസ്. അതാണ് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. അതുകൊണ്ട് നമ്മുടെ ഇൻഫ്ലുവൻസർ അത് ഗുളികയാന്ന് വിചാരിച്ചു. ദിസ് ഇസ് മിനി പോർട്ടബിൾ ലിപ്സ്റ്റിക്സ്. എല്ലാം ഒരു കളർ. ക്യാപ്സ്യൂൾ ലിപ്സ് അല്ല, വേറെ വേറെ. പോടാ, എല്ലാം വേറെ കളർ. അതെ, ഇതിന്റെ അല്ല, ചിലത് പിങ്ക് ഉണ്ട്, ചിലത് ബ്രൗൺ ഉണ്ട്, അങ്ങനെ വേറെ വേറെ ഷെയ്ഡ്സ് ഉണ്ട്. ഒരു 12 ഷെയ്ഡ്സ് ഉണ്ടെന്ന് എൻ്റെ വിശ്വാസം. ദീസ് ആർ ക്യാപ്സ്യൂൾ ലിപ്സ്റ്റിക്സ്. ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും ചെറിയ ചെറിയ ട്രിപ്പിന് പോകുന്നു അല്ല പാർട്ടിക്ക് പോകുന്നെങ്കിൽ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മിനി വാലറ്റിൽ ഇങ്ങനെ വെച്ചിട്ട് പോവാം. സിമ്പിൾ. ടച്ചപ്പ് ചെയ്തിട്ട് അങ്ങനെ വെച്ചോളാം. ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാം. ടച്ചിങ്സ്. അയ്യോ, അത് ആൽക്കഹോളിൻ്റെ കൂടെ എടുക്കുന്നുണ്ട് ടച്ചിങ്സ്. അത് ലാസ്റ്റ് എടുക്കാം. ഇത് ലിക്വിഡ്സ്. ഇതെന്താണ്? ഇത് സ്വിസ് ബ്യൂട്ടി പ്രൈമർ. ഇതും ഞാൻ ട്രാവൽ സൈസാണ് കൊണ്ടുവന്നത്. ഇതൊക്കെ ഞാൻ ട്രാവൽ സൈസ് കൊണ്ടുവന്ന എൻ്റെ കൈസ് നിങ്ങളും മോട്ടിവേറ്റ് ചെയ്യണം. പുള്ളിക്കാരത്തി ട്രാവൽ ചെയ്യാറില്ല. അപ്പോൾ പല പല സ്ഥലത്ത് ട്രാവൽ ചെയ്ത് അങ്ങനെ കുറേ വ്ളോഗ്സ് ഒക്കെ ഉണ്ടാക്കണമെന്ന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ ഇതിൽ മാനിഫെസ്റ്റ് ചെയ്ത് പുള്ളിക്കാരത്തി പുറത്തോട്ട് വിടണം. അങ്ങനെ. ഇത് പ്രൈമർ. ഇത് വിവാന്തയുടെ ബോഡി ലോഷനാണ്. വിവാന്ത. Can you see? Yeah, it's a very good body lotion. ഇത് തുറന്നിട്ടില്ല, പക്ഷേ എനിക്കറിയത്തില്ല എങ്ങനെയാന്ന്. സീൽഡ് പാക്കാണ്. നമുക്ക് തുറക്കാം. തുറന്ന് ഷീ വിൽ റിവ്യൂ ആഫ്റ്റർവേർഡ്സ്. ഇതും രണ്ടും ഒരേ ഫ്ലേവറാണ്. ഫ്ലേവറോ? ഇത് ഇതെന്താ റെനയുടെ? ഇത് മറ്റേ ഫൗണ്ടേഷൻ. മിനി ഫൗണ്ടേഷൻ. കാരണം ഇതൊക്കെ മേടിക്കുമ്പോൾ എനിക്ക് അറിയത്തില്ല പുള്ളിക്കാരി മേക്കപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോസൊക്കെ കണ്ടത്. അതുകൊണ്ട് ഇത് നല്ല മിനിക്കുള്ള കിടക്കാഴ്ചയായിട്ടുള്ള നെയിൽ പോളിഷ്. അല്ല, ഇത് നല്ല സിമ്പിൾ ഡ്രസ്സിനെ എടുത്തു കാണിക്കണമെങ്കിൽ നല്ല ബിഗ് നെയിൽസ് വിത്ത് നെയിൽ പോളിഷ് നല്ല രസമായിരിക്കും. ഇത് 3 മേബിലിൻ്റെ. ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മാറ്റ് ലിപ്സ്റ്റിക്സ്. ഇത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ലിക്വിഡ് ലിപ്സ്റ്റിക്ക്. ഇത് ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്തത് ഗൈസ്. അങ്ങനത്തെ പൊട്ടത്തരം ഈ ഇൻഫ്ലുവൻസർ കാണിക്കും. ഇത് ലിപ്സ്റ്റിക് ആയിട്ട് തന്നെ യൂസ് ചെയ്യണം. ഇത് ഖാദിയുടെ സോപ്പാണ്, ആയുർവേദിക് സോപ്പ്. കുളിക്കുന്നില്ല എന്നുള്ള പരാതി. ഇത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടൊരു സാധനമാണ്. ഇവിടുന്ന് ഇതാ കമ്പനിയുടെ പ്രോഡക്റ്റാണ്. ഡീഷോ പുള്ളിക്കാരൻ്റെ കമ്പനിയുടെ.
സോ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഹോൾ ബാംബു കുപ്പി. ഇത് വുഡല്ല, ഇത് ബാംബു ആണ്. ദിസ് ഇസ് നോട്ട് വുഡ്. സോ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇത് നമ്മളിങ്ങനെ തുറന്നാൽ വെള്ളം ഒഴിക്കുക അല്ല, ഇതിനകത്തൊരു ഫിൽറ്റർ ഉണ്ട്. സോ നമ്മൾ ഇതിൻ്റെ പുറത്ത് എന്ത് ലീവ്സ്, മിൻറ്റ് ലീഫ്, കുക്കുംബർ അല്ലെ ടീ ലീവ്സ് ഒക്കെ ഇടുവാണെങ്കിൽ പിന്നെ നമുക്കിങ്ങനെ ഇതിന് എക്സ്ട്രാക്ട് ചെയ്ത് ബോട്ടിലായിട്ട് യൂസ് ചെയ്യാം. അല്ല ഇത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രാക്ട് കുടിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു മൾട്ടി പർപ്പസ് ബോട്ടിലാണ് ഇത്. ഓക്കെ, ഇത് നല്ലൊരു സാധനമാണ്. ആൻഡ് ഐ തോട്ട് ഷീ ഡിസേർവ്സ് ഇറ്റ്. സോ ഞാനത് ഗിഫ്റ്റ് ചെയ്യുന്നു. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. അതൊരു ഹോൾ ബാംബു സ്റ്റിക്കിനെ കൺവേർട്ട് ചെയ്ത് ഉണ്ടാക്കിയ ബോട്ടിലാണ്. ഇനി അടുത്തത് ഇതൊരു ഐഷാഡോ ബുക്കാണ് ഗൈസ്. അതങ്ങനെ തുറക്കാൻ പറ്റില്ല. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടുള്ള. ഇതിൽ ഓരോ ഷെയ്ഡിൻ്റെ ഒരു എൻ്റയർ പാലറ്റ് ഉണ്ട്. ഇതെങ്ങനെ കാണിക്കും? ഇങ്ങനെ ഞാൻ പിടിക്കാം. ഇത് ഞാൻ പിടിക്കാം. അതും നോക്കൂ ഗൈസ്, ദിസ് ഈസ് ആൻ എൻറ്റയർ പാലറ്റ്. സോ യു വിൽ സീ ദിസ് ഇൻ ഹെർ ചാനൽ സൂൺ. യെസ്. ഓ, ഇനി എന്തൊക്കെ ഐ മേക്കപ്പ് ചെയ്യാൻ പറ്റും? അതെ, ഫുൾ ഫേസ് മേക്കപ്പിന്റെ സെറ്റ് മൊത്തം കിട്ടി. അതെ. ഇനി തീർന്നിട്ടില്ല ഗൈസ്, ഉണ്ട്. അതാണ് പിക്ചർ അഭി ബാക്കി ഹെ മേരെ ദോസ്ത്. ഇതൊരു ഓട്ടോമാറ്റിക് മാഗ്നറ്റിക് സ്റ്റിയറിംഗ് കപ്പാണ്. അത് സ്റ്റിയറിംഗ് കപ്പ്. ഇതിനകത്തൊരു ക്യാപ്സ്യൂള് പോയിട്ടുണ്ട്. അയ്യോ സോറി. അയ്യോ, അതിനകത്ത് ക്യാപ്സ്യൂൾ എന്ത്? അതിനകത്തുണ്ട്. അപ്പൊ നമ്മള് ഇതിനകത്ത് കോഫി പൗഡർ, വീണ്ടും ഗുളിക. അല്ല, ഇത് നോക്ക്, മാഗ്നറ്റിക്. ഓ, മനസ്സിലായോ? നോക്ക്, ഇത് ക്യാപ്സ്യൂൾ ഉണ്ടോ? അപ്പൊ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഫോറിൻ കൺട്രീസിലൊക്കെ, ഇതും അമേരിക്കനാ, ഇതിനകത്ത് നമ്മൾ കോഫി പൗഡർ ഇട്ടു, മിൽക്ക് ഇട്ടു, എല്ലാം കൂടെ ഇട്ടു, ഇതിങ്ങനെ കറങ്ങിക്കോളും. പിന്നെ കുറച്ചങ്ങ് എടുത്ത് കുടിച്ചാൽ മതി. സിമ്പിൾ. അത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. അതുകൊണ്ടാ ക്യാപ്സ്യൂൾ വരും. അത് മാഗ്നറ്റിക് ആയിട്ട് അറ്റാച്ച് ആണ്. നമുക്കത് റിമൂവ് ചെയ്ത്, ഞാൻ കരുതി വല്ല തണുപ്പ് നിൽക്കാനുള്ളതായിരിക്കും. അത് മിസ്കൺസെപ്ഷൻ. പിന്നെ ഇതിനകത്ത് ഇതൊരു നല്ല ഹെവി ഒരു കല്ലിളങ്ങിപ്പോയി. ആരും അറിഞ്ഞില്ല ഗൈസ്, അവിടെ ഒരു കല്ലിളകി വീണിട്ടുണ്ട്. ആരും കണ്ടിട്ടില്ല. അത് കാണിക്കാനും പറ്റത്തില്ല. അത് ഇയറിങ്ങാണ് ഗൈസ്. പിന്നെ അത് ഒട്ടിച്ച് കാണിക്കാൻ നന്നായിട്ട്. പിന്നെ നമുക്ക് ഇട്ട് കാണിക്കാം. അതെ, ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോക്ക് പറ്റിയതായിരുന്നു. ഇത് അയ്യോ, ഇതെനിക്ക് വേണമെന്നുണ്ടായിരുന്നു. സോ ഇത് ഞാൻ ബാംഗ്ലൂരിലെ കമേഴ്ഷ്യൽ സ്ട്രീറ്റ് അറിയായിരിക്കും. ഇത് വളരെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ചാംസ് ഒക്കെ ഇട്ടിട്ടുള്ള 3 ലെയർ ബ്രേസ്ലെറ്റ് ആണ്. അയ്യോ, റേറ്റ് ഒന്നും കാണിക്കില്ല. റേറ്റ് ഇല്ലല്ലോ, കുഴപ്പമില്ല. ഇത് മൊത്തം എൻ്റെ ബാഗാണ്. അപ്പോൾ ഇത് വളരെ എസ്തെറ്റിക് ആൻഡ് വെരി മോഡേൺ, വെരി സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ചാമാണ്. പുള്ളിക്കാരി അതും ഇട്ട് വീഡിയോ കാണിക്കും. ഇത് പാൻ്റ്, ഇത് കാണിക്കണമെന്നില്ല. ഇത് നല്ലൊരു എന്താ പറയുക, ഒരു പേപ്പർ. തുറന്ന് കാണിക്കണോ? നല്ലപോലെ ഇപ്പം മടിച്ചൊക്കെ വെച്ചേക്കുക. തുറക്കണ്ട, ഇങ്ങനെ. സോ ഇതൊരു നല്ല ഫുൾ ലെങ്ത് ഒരു 1 പീസ് പോലത്തെ ഒരു സാധനമാണ്. ഇത് ഞാൻ എവിടുന്നാണ്, ഇത് ഓൺലൈനിലാണ് മേടിച്ചതെന്ന് എൻ്റെ വിശ്വാസം, മീഷോയിൽ. അപ്പം നല്ല പേപ്പറൊക്കെ ഇട്ട് നല്ലപോലെ മടക്കി അവർ തന്നുകൊണ്ട് നമ്മളത് അടുത്ത വീഡിയോയ്ക്കോ വല്ല പൊങ്കാലയ്ക്കോ എനി ടെമ്പിൾ ഇവൻറ്റ്സിന് അവരത് ഇട്ട് നമുക്ക് വീഡിയോ കാണിക്കുന്നതാണ്. യു ക്യാൻ ഷോ ഇറ്റ്. അത്ര ഉള്ളതെന്ന് എൻ്റെ വിശ്വാസം. അത്ര ഉള്ളോ? അത്രയുള്ളോ? അത്ര ഉള്ളോ? സോ ഗൈസ്, അതായിരുന്നു നമ്മുടെ വീഡിയോ. വയർ സൈൻ ഓഫ് ചെയ്തോളൂ. ഓക്കെ ഗൈസ്, ഇതാണ്. ഇനിയിപ്പം ഇത് ഭയങ്കര വെറൈറ്റി ആയി. ഇത് സോ ഇതിനകത്ത് ഇഷ്ടപ്പെട്ട തിങ്സ് എന്തൊക്കെയാന്ന് ഇനിയിപ്പോ പറയുന്നതായിരിക്കും. പറയാം. ഒന്ന് ആ കോഫി കപ്പ്, പിന്നെ മേക്കപ്പ്. അത് ഞാനും ഇങ്ങനെ കറങ്ങൊന്നും പ്രതീക്ഷിച്ചില്ല, സത്യം പറയാം. ഞാനൊരു ഊഹത്തിന് നമുക്ക് നോക്കിയതാ. ഇതിനകത്ത് അത് കറങ്ങുമെന്ന് എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ ഇത്രയും നന്നായിട്ട് കറങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അല്ലേ ഒട്ടി? ഇത് ബോറടിച്ചിരുന്ന് കളിക്കാനൊന്നല്ല ഗൈസ്, ഇതിങ്ങനെ കറങ്ങുന്ന കാണാനും രസമാണ് അല്ലേ?
പിന്നെ ഇപ്പൊ നമുക്ക് കുലക്കി സർബത്ത് ഉണ്ടാക്കണമെങ്കിൽ തിങ്സ് എല്ലാം ഇട്ടിട്ട് ഇതങ്ങോട്ട് നമുക്ക് നാരങ്ങയോളം ഉണ്ടാക്കാം. ഈസിയാ. പക്ഷെ എന്ന് വെച്ചാൽ പഞ്ചസാര ഡസ്റ്റഡ് എന്ന് വെച്ചാൽ ക്രിസ്റ്റൽസ് ആണെങ്കിൽ പെട്ടെന്ന് കലങ്ങത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഡസ്റ്റഡ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ ഈസി ആയിട്ട് മിക്സ് ആവും. അതാണ് പഞ്ചാര പൊടിച്ചിടേണ്ടി വരും. അങ്ങനെ വല്ലതും ചെയ്യേണ്ടി വരും. അത് അത്ര എന്നെ കട്ടിപ്പോ അല്ലാതെ ചെയ്യുന്ന എനിക്ക് എനിക്കിതിൽ തിങ്സിൽ ഇഷ്ടപ്പെട്ട ഞാൻ പറയാം മെയിനായിട്ട് മറ്റേ ഈ കപ്പൊക്കെ. പക്ഷെ ആ ബുക്ക് പിന്നെ ഐ ഷാഡോയുടെ ഇത് അങ്ങനെ 2-3 തിങ്സ് ആണ് എനിക്ക് ഹൈലൈറ്റ് ഇട്ട് തോന്നി. ഇനി അടുത്ത ഇൻഫ്ലുവൻസർ സെയിം എനിക്കും അത് തന്നെയാണ്. പിന്നെ ഇഷ്ടപ്പെട്ടല്ലോ. എനി സ്പെസിഫിക് എനിക്ക് ഈ 3 അത് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ആ ചാംസ് അതെനിക്ക് വേണം എന്നുണ്ടായിരുന്നു. അത് ഞാൻ ജസ്റ്റ് ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ തിങ്സ് ഞാൻ വാങ്ങുന്നത് വീഡിയോ കോൾ ഇത് ഇഷ്ടപ്പെട്ടോ അത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ മേടിക്കാറ്. അതുകൊണ്ട് പുള്ളിക്കാരത്തേക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടുവന്നുള്ള സിറ്റുവേഷൻ വരത്തില്ല. എന്ന് വെച്ചാൽ എൻ്റെ പെർസ്പെക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും അടുത്ത ആളുടെ ചോയ്സ് ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഞാൻ മേടിച്ചെന്ന് വെച്ചോ, നോട്ട് നെസസറി ദാറ്റ് ഷീ വിൽ ലൈക്ക് ഇറ്റ്. സോ നമ്മളെപ്പോഴും ഇഫ് യു ആർ ഗിഫ്റ്റിംഗ് സംബഡി സംതിങ് അവരുടെ ചോയ്സ് ആൻഡ് ഇൻട്രസ്റ്റ് നോക്കണം. അവർക്ക് യൂസ്ഫുൾ ആയിരിക്കുമോ അല്ലയോ, അവർക്കത് ഇഷ്ടമാണെങ്കിൽ അത് മേടിച്ചു കൊടുക്കുക. ഇതാണ് എൻ്റെ ഒരു ഐഡിയോളജി ഗൈസ്. ഇനി നമ്മുടെ ഇൻഫ്ലുവൻസർ സംസാരിക്കും ഗൈസ്. അത്രയാണ്. ഇനി നമുക്ക് വേറെ ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വരാം. ഇങ്ങനെ വല്ലപ്പോഴാണ് ഞാൻ ലോങ് വീഡിയോ ഇടുന്നത്. നമ്മളിനി ലോങ് ട്രിപ്പ് എന്ന് വെച്ചാൽ കേരളത്തിൽ തന്നെ ഒരു ട്രിപ്പ് ബീച്ച് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. സൂൺ യു വിൽ ഗെറ്റ് സം സർട്ടൻ വീഡിയോസ് അബൌട്ട് ഇറ്റ്. ഇല്ലെങ്കിൽ AI വെച്ചെങ്കിലും ചെയ്തു തരാം. എനിക്ക് ഈ AI ഇല്ലായിരുന്നു എന്തോ ഇല്ലായിരുന്നല്ലേ. അത്രയാണ്. സോ ഇൻഫ്ലുവൻസറിന് കുറെ ഫാൻസിന് ഞാൻ വിചാരിച്ചു ഫാൻസിന്റെ ഒക്കെ മെസ്സേജ് ആണെന്ന് വന്നതെന്നാണ് തോന്നിയത് ഗൈസ്. ഇനി ഇൻഫ്ലുവൻസറിന്റെ പോഡ്കാസ്റ്റ് ഫോർമാറ്റിലൊക്കെ കൊണ്ടുവരും. കുറച്ച് അപ്ഗ്രേഡ് ചെയ്യും. മൈക്കൊക്കെ കൊണ്ടുവരും. പോഡ്കാസ്റ്റിന്റെ മൈക്കൊക്കെ ഇല്ലേ. ആക്ച്വലി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നോട് പറഞ്ഞു ഒരു പോഡ്കാസ്റ്റിന് ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ 7-8 കോടിയൊക്കെ കിട്ടും. അത്രയും ഡെവലപ്പ് ആക്കാം നമുക്ക്. സബ്സ്ക്രൈബേഴ്സ് വേണം. അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യത്തില്ലേ ഗൈസ്? ചെയ്യത്തില്ലേ ഗൈസ്? പറയൂ. ഒരു ഗസ്റ്റ് എൻട്രി ഉണ്ട്. ഒരു കുയിലല്ലേ അത്? അതെ, കുയില്. കണ്ടോ, ഇപ്പൊ ഗസ്റ്റ് പോയി. അത്രേ ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണ്. ഓക്കെ, ബൈ ഗൈസ്. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.